ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സുരേഷ് മേഖല പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഗൂഗിളിൻ്റെ തന്നെ 2 ആപ്ലിക്കേഷൻസ് ആണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. 2 ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും, വളരെ എക്സൈറ്റീവും ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യത്തെ ആപ്ലിക്കേഷനാണ് ഫയൽ ബൈ ഗൂഗിൾ എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ. ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റോറേജ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ജങ്ക് ഫയൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലെ വേസ്റ്റ് ആയിട്ടുള്ള ഫയൽസും അതുപോലെ ഫോട്ടോസും ഒക്കെ ഡിലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് സ്റ്റോറേജ് ഉണ്ടാക്കി തരും. ഇനി അടുത്തതായിട്ട് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഉണ്ടാക്കി വെച്ച ഫയലും ഫോട്ടോസൊക്കെ ഉണ്ടാവും. അത് ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെയും സ്റ്റോറേജ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡിലീറ്റിൻ്റെ ഓപ്ഷൻ. ഞാൻ ഡിലീറ്റ് ചെയ്തപ്പോൾ 80 MB ആണ് എനിക്ക് കിട്ടിയത്. ശരിക്കും ഇത് ഒരു ഫയൽ മാനേജറാണ്. നമ്മുടെ ഫോണിലൊക്കെ ഉണ്ടാകുന്ന പോലെ ഗൂഗിളിൻ്റെ ഒരു ഫയൽ മാനേജറാണ്. നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ഒക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫയൽ മാനേജർ തന്നെയാണ്. മാത്രമല്ല ഇതിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്, ഷെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. നിങ്ങളുടെ എക്സെൻഡർ പോലെ തന്നെ സെൻഡ് റിസീവ് ഒക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും ഇത് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ സെറ്റിങ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സെറ്റിങ്സിൽ ഡാർക്ക് തീം ഉണ്ട്. അത് ഓണാക്കി കഴിഞ്ഞാൽ ഡാർക്ക് മോഡാവും. അത് ഓഫാക്കാനും സാധിക്കും. അതുപോലെ തന്നെ ഷോ ഹിഡൻ ഫയൽസിൻ്റെ ഒരു ഓപ്ഷനും ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചറുകൾ അടങ്ങിയിട്ടുള്ള ഒരു സെറ്റിങ്സ് തന്നെയാണ് നോട്ടിഫിക്കേഷൻ്റെ ഓപ്ഷൻസ്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഇതിൻ്റെ സെറ്റിങ്സിനകത്ത്. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനും ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇനി നമ്മുടെ അടുത്ത ആപ്ലിക്കേഷൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഇതുപോലത്തെ ഒരു മാപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്നാലും ഒരുപാട് പേര് അറിയാത്തതുണ്ടാവും. ഗൂഗിൾ എർത്ത് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഒറിജിനൽ 3D ആയിട്ട് നമുക്ക് നമ്മുടെ വേൾഡിൽ എവിടെ ആണെങ്കിലും പോയി വരാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ വീട്, നമ്മുടെ നാട്ടിലുള്ള എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും. 3D 2D എന്ന് പറഞ്ഞ ഈ 2 ഡയമെൻഷനിലും ഈ ഒരു മാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എല്ലാ സ്ഥാപനങ്ങളും നിങ്ങൾക്ക് ഇതിൽ സെർച്ച് ചെയ്യാൻ സാധിക്കും. അടിപൊളിയാണ്, വേറെ ലെവലാണ്. ഇപ്പോൾ നിങ്ങളെ വീടിൻ്റെ ഒരു ലൊക്കേഷൻ ഇതിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാനും സാധിക്കും. നിങ്ങളുടെ വീട് എവിടെയാണെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ചിട്ട് അവിടെ നിങ്ങൾക്ക് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിന് പേരിട്ടുകൊണ്ട് നിങ്ങളുടെ മാപ്പിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലൊക്കേഷൻ ഓട്ടോമാറ്റിക്കലായിട്ട് ഓൺ ആവും. മാത്രമല്ല നന്നായിട്ട് റേഞ്ച് ഉണ്ടെങ്കിൽ ഇത് സ്ഥലങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് വരും. അപ്പോൾ ഞാൻ റേഞ്ച് കുറവായതുകൊണ്ടാണ് വളരെ സ്ലോയിലാണ് ഇതിൻ്റെ എല്ലാ സംഭവങ്ങളും ഫോമായി വരുന്നത്. അപ്പോൾ നന്നായിട്ട് റേഞ്ചുള്ള സ്ഥലത്ത് നിന്നായിരിക്കണം നിങ്ങളിത് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു അടിപൊളി മാപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് പോവുക, ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ഈ സൈഡിലായിട്ട് കാണുന്ന ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്താണ് നിങ്ങളുടെ ആ ഒരു ലൊക്കേഷൻ കറക്റ്റായിട്ട് പോയി നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 2 ആപ്ലിക്കേഷൻസും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 2 അടിപൊളി ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഗൈസ്, മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നവരേക്കും ബൈ. Tell me pretty lies, look me in the face, tell me that you love me, even if it's fake.